അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് റൈറ്റ്സ് ടു ഫ്രീഡം ആണ്. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറെ ഈവെന്റ്സ് ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എസ്പെഷ്യലി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഗോണ്ടാനാമോ ബേ അല്ലെ. US ഫോഴ്സസ് എങ്ങനെയാണ് അവിടെയുള്ള പ്രിസണേഴ്സിനെതിരെ അവരുടെ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട് പല അറ്റാക്സും ചെയ്തത്. അതുപോലെ തന്നെ വിമൻസ് റൈറ്റ്സ് ഇൻ സൗദി അറേബ്യ വി ഹാവ് ഡിസ്കസ്ഡ് ആൻഡ് ഓൾസോ ദ മെസാക്കർ ഇൻ കൊസാവോ. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല റൈറ്റ്സ് ആണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി ആൻഡ് സെക്കൻഡ് വൺ റൈറ്റ് ടു freedom. Okay, we are going to discuss another fundamental rights, right to freedom, സ്വാതന്ത്ര്യം അല്ലെ. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. Freedom in India means the absence of constraints and interference from others, including individuals and the government. ആരും എന്ന് വെച്ചാ ഏത് ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ സർക്കാർ എന്തും നമ്മൾ എന്ത് ചെയ്യരുത്, പേഴ്സ്യൂ ചെയ്ത് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞ് പേഴ്സ്യൂ ചെയ്യരുത് അല്ലെ. അപ്പൊ കാരിയർ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടമുണ്ട് അല്ലെ, അത് നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ചിലവർ നമ്മൾ പേഴ്സ്യൂ ചെയ്യുന്നു അങ്ങനെ. അതുപോലെ തന്നെ ഗവൺമെന്റ് പലതരത്തിലുള്ള ലോ ഇറക്കുമ്പോൾ അതൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്യണമെന്ന് ഇല്ല അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ. സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്. എന്ത് പറയാനുള്ള അവകാശമുണ്ട്. എന്ത് ലോ അവര് അപ്രൂവ് ചെയ്യുമ്പോഴും നമുക്ക് അതിന് റിജക്ട് ചെയ്യാനും അപ്രൂവ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലെ. പിന്നെയോ അസംബ്ലി, എന്ത് യൂണിയൻസ് ഫോം ചെയ്യാനുള്ള അവകാശം അല്ലെ. ആൻഡ് ടു ഫോം അസോസിയേഷൻ മൂവ് ഫ്രീലി, എവിടെ വേണമെങ്കിലും സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള അവകാശം. ആൻഡ് റിസൈഡ് ഇൻ എനി പാർട്ട് ഓഫ് ദ കൺട്രി, ഈ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കൺട്രിയുടെ ഏത് ഭാഗത്തും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. പ്രാക്ടീസ് എനി പ്രൊഫഷൻ, അതാണ് പറഞ്ഞത്, എന്ത് കാരിയറും പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം, സ്വാതന്ത്ര്യം. ആൻഡ് ട്രേഡ് ഓർ ബിസിനസ് ആൻഡ് നോട്ട് ടു വയലേറ്റ് അതേഴ്സ് റൈറ്റ്, മറ്റുള്ളവരുടെ അവകാശം നിഷേധിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് എതിരാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത മക്കളെ പറഞ്ഞേ. Freedom in India means the absence of constraints and interference from others, including the individuals and the government. Citizens have the right to freedom of speech, assembly, and also form association, move freely, reside in any part of the country, practice any profession, trade, or any other business. Okay. Next slide. It is right to freedom എന്ന് പറയുന്ന സെഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 19 to 22 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്തുകൊണ്ടാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇസ് വെരി നെസസറി? എന്തുകൊണ്ടാണ് freedom of speech or expression is very essential for democracy എന്ന് പറയുന്നത്? As it allows individuals to freely communicate with others and express their views. ഇത് നമ്മുടെ പാർലമെന്റ് അസംബ്ലിയിൽ കാണാം അല്ലെ. പാർലമെന്റ് ഓരോ മീറ്റിംഗ് കൂടുമ്പോ ഓരോ പാർട്ടിയിലുള്ള ആളുകൾക്കും എന്തും തുറന്നു പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതാണ് ഫ്രീഡം ടു എക്സ്പ്രസ് ദിയർ അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിറ്റിസൺസ് ക്യാൻ ഹോൾഡ് മീറ്റിംഗ്സ്. ഏത് പൗരന് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യാനും അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രൊസഷൻസ്, ഓക്കെ, ആൻഡ് ഓൾസോ ടു ക്യാരി ഔട്ട് റാലീസ്, ഡെമോൺസ്ട്രേഷൻ. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോ അതിനെതിരെ റാലീസും ഡെമോൺസ്ട്രേഷൻസും ഒക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ. ബട്ട് they must be peaceful and not cause public disorder. അത് നല്ല സമാധാനപരമായിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് നടപ്പാക്കേണ്ടത്. പബ്ലിക്കിന് ഒരു തരത്തിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള തിങ്സും ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ഓർ ദ ബ്രീച്ച് ഓഫ് പീസ്, അല്ലെ, സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? The freedom of speech and expression is essential for democracy as it allows individuals to freely communicate with others and express their views. Okay. And next point, citizens can hold meetings, processions, rallies and demonstrations on any issues. They must be peaceful and not cause public disorder or breach of peace എന്നാണ് മനസ്സിലാക്കേണ്ടത്. Okay. അതുപോലെ തന്നെ ആളുകൾക്ക് എന്ത് തരത്തിലുള്ള ഗ്രൂപ്പ് ഫോം ചെയ്യാം, അസോസിയേഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് അസോസിയേഷൻസ് ഉണ്ട് അല്ലെ. ദേ ക്യാൻ ഓൾസോ ഫോം അസോസിയേഷൻ ടു പ്രൊമോട്ട് ദിയർ ഇൻട്രസ്റ്റ് ഓർ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ ഓർ പൊല്യൂഷൻ. എന്തെങ്കിലും അഴിമതി വരുമ്പോ അതിനെതിരെ പോരാടാനുള്ള റാലീസ് ഒക്കെ ഫോം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്.
And citizens can travel to any part of the country and reside in any part of territory of India. നമ്മുടെ രാജ്യത്തിന് എവിടെ പോയി നമുക്ക് താമസിക്കാനുള്ള നിലനിൽക്കാനുള്ള അവകാശമുണ്ട് അല്ലെ? And the constitution guarantees no person can be deprived of their life or personal liberty except according to law. വീട്ടുതടങ്ങളിൽ ആരെയും വെക്കരുത് എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ ഏന്തി പറക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. Okay, it is they can also form, citizens can also form association to promote their interest or campaign against corruption or pollution, and citizens can travel to any part of the country and reside in any part of territory of India, and the constitution guarantees no person can be deprived of their life or personal liberty except according to law. Okay, next one. This means that no person can be killed unless a death sentence has been ordered by court. ആരെയും നമുക്ക് കൊലപ്പെടുത്താനുള്ള അവകാശമില്ല. അത് കൂടുതലായിട്ട് കോടതികൾക്കാണ് വധശിക്ഷ നൽകാനും ഒക്കെയുള്ള അവകാശമുള്ളത്. And a government or police officer cannot arrest or detain a citizen without proper legal justification. എന്ന് വെച്ചാൽ നിയമപരമായിട്ടുള്ള രീതിയിലല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഇത് ആർക്കില്ല, പോലീസിനോ ഗവൺമെന്റിനോ ഇല്ല. പിന്നെയോ citizens have the right to consult a lawyer or engage a lawyer for the defense. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലോയറിനെ പോയി കാണുന്നതിലൊന്നും സിറ്റിസന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. അവർക്ക് അത് ഗെയിൻ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. And the cases of Guantanamo Bay and Kosovo highlight the importance of protecting the individual life and personal liberty. അല്ലെ, അവരുടെ ഫ്രീഡം, ഇക്വാലിറ്റി ഒക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൂല്യം കൂടുതൽ കാണുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇവന്റ്സ് ആയിട്ടുള്ള ഗോണ്ടാനാമോ ബേ ആൻഡ് കൊസാവോ പോലുള്ള ഇവന്റ്സിലാണ് എന്നാണ് പറയുന്നത്. അവിടെയുള്ള സിറ്റിസൺസിനും അവരുടെ പേഴ്സണൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി അവിടെ നിഷേധിക്കപ്പെട്ടതല്ലേ, അവർക്കും അത് ഗെയിൻ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. This means that right to freedom means that no person can be killed unless a death sentence has been ordered by court, and a government or police officer cannot arrest or detain a citizen without any proper legal justification, and citizens have the right to consult a lawyer or engage a lawyer for their defense. The cases of Guantanamo Bay and Kosovo highlight the importance of protecting individual life and personal liberty. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ ഏതൊക്കെയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത മക്കളെ? ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി, സെക്കൻഡ് വൺ റൈറ്റ് ടു ഫ്രീഡം, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇറ്റ് ഈസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, The Constitution prohibits three specific evils. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കുകയാണ് ഭരണഘടന ചെയ്ത് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നിലനിൽക്കുമ്പോൾ. ഓക്കെ, ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യക്കടത്ത്, ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, ആരെയും നിർബന്ധിച്ച് ജോബ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് ഓൾസോ ചൈൽഡ് ലേബർ, ബാലവേലയൊക്കെ നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പ്രിവലന്റ് ആണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അല്ലെ സൊസൈറ്റിയിൽ. ഓക്കെ, ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ് സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഹ്യൂമൻ ബീങ്സ് അല്ലെ. ഇവിടെയുള്ള പല ആളുകളും എന്താണ്, കുറെ കുട്ടികളെപ്പെടുത്തക്കാർ റാക്കറ്റ് ഉണ്ടാവില്ല, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന, അവർ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് അവര് എങ്ങനെ പല രീതിയിലുള്ള ടോർച്ചറിങ് ചെയ്തിട്ട് ബെഗേഴ്സ് ആയിട്ട് അവിടെ ഇരുത്തി പൈസ ഉണ്ടാക്കുന്ന വലിയ മാർക്കറ്റ് ഉണ്ട് അല്ലെ. ഓക്കെ, ഓഫൺ വിമൻ ഫോർ ഇമോറൽ പേർപ്പസസ്, സ്ത്രീകളെ പല രീതിയിൽ ആക്രമിക്കുന്ന ഇതും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യണമെന്ന് ഭരണഘടന പറയുമ്പോൾ ഇപ്പോഴും പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഇഷ്യൂസ്. ഇറ്റ് ഈസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഫസ്റ്റ് പോയിന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ത്രീ സ്പെസിഫിക് ഈവിൾസ് ലൈക്ക് trafficking in human beings, forced labor and child labor. Trafficking എന്ന് പറയുമ്പോൾ selling and buying human beings, often women were used for certain immoral purposes. It is the picturization of right against exploitation. Okay, പിന്നെ അപ്പൊ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് അറിയാം, ലൈക്ക് ഹ്യൂമൻ ബീങ്സിനെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ബെഗേഴ്സ് ആയിട്ട് പല സ്റ്റേറ്റിലും വരുന്ന ഒരു രീതി, അതുപോലെ തന്നെ സ്ത്രീകളെ പല രീതിയിൽ പീഡിപ്പിക്കുന്നത് അല്ലെ,
പല രീതിയിലും പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അനദർ ഇഷ്യൂ, ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിച്ച് പണിയെടുപ്പിക്കുക, ഓൾസോ നോൺ ആസ് beggar. It involves workers providing service to the master for free or nominal remuneration. നമ്മളിപ്പോ വിജയിന്റെ തമിഴ് ഫിലിം തെരി എന്ന് പറയുന്ന ഫിലിമിലൊക്കെ നല്ല രീതിയിൽ അതിൽ കാണിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ എങ്ങനെയാണ് ഒരു വലിയൊരു സംഘമായിരിക്കും അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവുക, ഒരു വലിയ റാക്കറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരെ ഫോഴ്സ് ചെയ്യുക അല്ലെ, ഇങ്ങനെ ആളുകളിൽ നിന്ന് പൈസ വാങ്ങും ബെഗേഴ്സ് ആയിട്ട് അവിടെ ഇരിക്കാനൊക്കെ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ചൈൽഡ് ലേബർ വിച്ച് ഇൻവോൾവ്സ് വർക്കിംഗ് ഇൻ ഹസാർഡസ് ഇൻഡസ്ട്രി. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള വ്യവസായങ്ങളിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ കുട്ടികള്, അതൊക്കെ ഗവൺമെന്റ് പ്രൊഹിബിറ്റ് ചെയ്തതാണ് അല്ലെ, നിർത്തലാക്കിയാണ്. This has led to laws prohibiting children from certain industries. അത് പല വ്യവസായങ്ങളിൽ നിന്നും ഈ ബാലവേല നിർത്തലാക്കാൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? റൈറ്റ് ടു ഫ്രീഡം ആൻഡ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, ഫോഴ്സ്ഡ് ലേബർ അല്ലെ, നിർബന്ധിച്ച് ആരെയും പണിയെടുപ്പിക്കാൻ പാടില്ല. ഫിക്സഡ് ആയിട്ടുള്ള വേജസ്, ഫിക്സഡ് ആയിട്ടുള്ള ടൈമിംഗ് ഷുഡ് ബി there in every industry, every department. Okay, forced labor, also known as beggar, involves workers providing service to the master for free remuneration. Okay, next, child labor, it is which involves working in hazardous industries, is also prohibited. This has led to laws prohibiting children from certain industries. Okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അനദർ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഒരു തരത്തിൽ ജാതിപരമായിട്ടുള്ള വിവേചനം എക്സിസ്റ്റ് ചെയ്ത് അതിനെതിരെ വന്ന അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റിലീജിയൻ പരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. ഇന്ത്യ ഇസ് എ സെക്യുലർ കൺട്രി, ഒരു മതേതരത്വ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ. എല്ലാ റിലീജിയനും ഈക്വൽ ആണ് അല്ലെ. ഫോക്കസിങ് ഓൺ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് നോട്ട് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഗോഡ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ളതല്ല, മനുഷ്യന്മാര് തമ്മിലുള്ള ഇത് തന്നെയാണ് ഫോക്കസ് ചെയ്ത് ഈ ഒരു റൈറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ന്യൂട്രാലിറ്റി ആൻഡ് ഇംപാർഷ്യാലിറ്റി ഇൻ ഡീലിംഗ് വിത്ത് ഓൾ റിലീജിയൻ. പല സ്റ്റേറ്റിലും കാണാം ഒരു റിലീജിയന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചിന്താഗതിക്കാര്. പക്ഷെ അങ്ങനെ പാടില്ല, ഒരു പാർഷ്യാലിറ്റി പാടില്ല, ഒരു പാർഷ്യാലിറ്റിയും പാടില്ല. എല്ലാവർക്കും ന്യൂട്രൽ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന, എല്ലാ റിലീജിയൻസിനും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രാഷ്ട്രമായി മാറണം ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മക്കളെ? ഇറ്റ് ഈസ് includes the right to freedom of religion, means India is a secular state, okay, focusing on human relations and not on the relationship between humans and gods. The state must maintain neutrality and impartiality in dealing with all religions. Okay, it is the freedom of religion. Everyone has the right to practice. എല്ലാവർക്കും അവരുടെ റിലീജിയൻ ഫോളോ ചെയ്യാനും അത് റിലേറ്റഡ് ടെമ്പിൾസ് വർഷിപ്പ് ചെയ്യാനുമുള്ള അവകാശമുണ്ട് അല്ലെ. ആൻഡ് പ്രൊപ്പഗേറ്റ് and practice their religion, but this does not mean they can force others to convert. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ മറ്റു ജാതിയിലുള്ള ആളുകൾ നമ്മുടെ ജാതിയിലേക്ക് കൊണ്ടുവരുന്ന ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ല രീതിയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, religious practices that treat women as inferior or infringe on women's freedom are not allowed. ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതി നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത് അല്ലെ. അതൊക്കെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയന്റെ ഭാഗമാണ്. Everyone has the right to practice, propagate and practice their own religion, but this does not mean that they can force others to convert to their own religion. And religious അല്ലെ, മറ്റുള്ളവരെ നമ്മുടെ ജാതിയിലേക്ക് റിലീജിയനിൽ ആക്കാൻ പെർസ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെയോ religious practices that treat women as inferior, സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ജാതിപരമായിട്ടുള്ളതൊന്നും ഇവിടെ വേണ്ട എന്നാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഒരു സെക്യുലർ കൺട്രി, മതേതരത്വ രാഷ്ട്രം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഇറ്റ് ഡസ് നോട്ട് കൺഫർ പ്രിവിലേജസ് ഓർ ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദി റിലീജിയൻ. ആളുകളെ മറ്റുള്ള ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ വേർതിരിച്ച് ഇതാക്കുന്നത് മതേതരത്വ രാഷ്ട്രത്തിന് ചേർന്നതല്ല. പിന്നെയോ, and government educational institution does not allow religious instruction. Private institution do not require religious participation. എന്ന് വെച്ചാൽ പല ഗവൺമെന്റ് സ്കൂൾസും കാണാം ക്രിസ്ത്യൻസ് നെയിമിലുള്ളത്, മുസ്ലിംസ് നെയിമിലുള്ളത്, ഹിന്ദു റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ഫോളോ ചെയ്യുമ്പോൾ അത് ഡിവിഷൻ ആണ് ഈ ഒരു കുട്ടികളുടെ ഇടയിലും ഉണ്ടാക്കുന്നത്. അത് പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ that is, secular state does not confer privileges or discriminate against people based on their religion. Next point, government educational institution do not allow the religious instruction. Private instruction do not require religious participation. Okay. Next topic that we are going to discuss, it is the cultural and educational rights. സാംസ്കാരികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, right against exploitation, right to freedom of religion. Then now we are going to discuss it is cultural and educational rights. The Constitution provides written guarantees for the rights of minorities, ensuring their language, culture, religion are protected. ഇപ്പൊ ആദിവാസി പീപ്പിൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഹെറിറ്റേജ്, ചരിത്രപരമായിട്ടുള്ള കാര്യം, ഭാഷ, കൾച്ചർ ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഡെമോക്രസി ഗിവ്സ് പവർ ടു മെജോറിറ്റി ആൻഡ് മൈനോറിറ്റീസ് നീഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ to avoid being neglected or undermined by the majority's language, religion and culture. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നപ്പോ അവരുടെ ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ സ്വാധീനം ഉണ്ടാക്കി നമ്മൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്താ പറയുക, നമ്മുടെ ലാംഗ്വേജസ്, നമ്മുടെ ഹിസ്റ്റോറിക്കൽ തിങ്സ് ലാംഗ്വേജ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടണം അല്ലെ. അതുപോലെ തന്നെ മെജോറിറ്റി ഉള്ള ആളുകൾ അവരുടെ ലാംഗ്വേജ് ഒക്കെ നമ്മുടെ മേലെ അടിച്ചേൽക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്കാരമാണ് ഇല്ലാതാവുന്നത്. അതൊന്ന് ചൂണ്ടിക്കാട്ടി തരികയാണ് ഈ പോയിന്റിലൂടെ കേട്ടോ. ഇറ്റ് ഈസ് The Constitution provides written guarantees for the right of minorities, ensuring their language, culture, religion should be protected. Minorities, language, culture, religion should be protected. It doesn't be discriminated. This is because democracy gives power to the majority and minorities need special protection. Minorities group നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കണം. എന്താണ്? അവരുടെ ഹിസ്റ്ററി, ലാംഗ്വേജ്, റിലീജിയൻ ഒക്കെ നഷ്ടപ്പെടാതൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകണമെന്നാണ് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 2930 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, and the Constitution specifies cultural and educational rights for minorities. അല്ലെ, നമ്മുടെ ഭരണഘടന വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള അവകാശങ്ങൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് കൺസേർവിംഗ് ദിയർ ലാംഗ്വേജ് ഓർ കൾച്ചർ. അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും ഒക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ഇത് ഗ്രാന്റിംഗ് ഗവൺമെന്റ് എയ്ഡ്, അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിയർ ചോയ്സ്. അവർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്ന അതിൻ്റെതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫൈസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. എങ്ങനെയൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, കൺസേർവിംഗ് ദിയർ ലാംഗ്വേജ് ഓർ കൾച്ചർ. അവരുടെ ഭാഷ അതുപോലെ തന്നെ സംസ്കാരം നല്ല രീതിയിൽ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ ഗ്രാന്റിംഗ് ഗവൺമെന്റ് എയ്ഡ്, നല്ല രീതിയിൽ ഗവൺമെന്റ് പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എസ്റ്റാബ്ലിഷിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിയർ ചോയ്സ്. അവർക്ക് അവരുടെ കൾച്ചറും എല്ലാം നല്ല രീതിയിൽ പോകുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ വില്ലേജസിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് മൈനോറിറ്റീസ് ഗ്രൂപ്പിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് പറയുന്നത്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫൈസ് cultural and educational rights for minorities, including what all they set up, like things like conserving their language or culture and granting government aid and establishing educational institution of their choice. Okay, right to education act into the picturization.
ആൻഡ് ഹൗ ക്യാൻ വി സെക്യൂർ ദിസ് റൈറ്റ്സ്? ഇത് കുറെ റൈറ്റ്സ് നമുക്കുണ്ട്, കുറെ മൗലിക അവകാശങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക? നമ്മളെ ഇന്ത്യയുടെ പൗരനാണ്. അപ്പൊ നമുക്കുള്ള അവകാശങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? Rights are like guarantee that are enforceable and can be sought through courts. എല്ലാ അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും കോടതിയിലൂടെ അല്ലെ. ഇറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എന്തെങ്കിലും ഇഷ്യൂസിൽ നമുക്ക് അത് നിഗ്ലക്ട് ചെയ്യപ്പെട്ടാൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. പിന്നെയോ ദിസ് റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ് ആക്ഷൻ സച്ച് ആസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് പവർ ഓർ പോളിസീസ്. പലതരത്തിലുള്ള ഗവൺമെന്റ് റൂൾസ് വരുമ്പോൾ അത് നമ്മുടെ അവകാശങ്ങൾക്ക് മേൽ എന്തോ അടിച്ചമർത്തൽ കൊണ്ടുവരുന്ന ഇത് ഗവൺമെന്റ് രീതികൾക്ക് മേലുള്ള ഒരു ഇതുമായിരിക്കും ഇത്തരത്തിലുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അത് കോർട്ട് പോയി അപ്രോച്ച് ചെയ്ത് നമ്മൾ ആ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോർട്ടിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് സർക്കാർ രീതിയിലാണെങ്കിലോ അതുപോലെ തന്നെ സൊസൈറ്റി രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് രീതിയിൽ നമുക്ക് വരുമ്പോൾ കോർട്ട് വഴി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ത്രൂ നമുക്കത് അപ്പീലിന് പോകാവുന്നതാണ്. ഓക്കെ, it is rights are like guarantees that are enforceable and can be sought through courts known as right to constitutional remedies. Okay, these rights are guaranteed against government actions such as legislature, executive and judiciary. Okay, if a fundamental rights is violated, ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് നിഷേധിക്കുകയാണെങ്കിൽ the aggrieved person can seek remedy through courts. ഈ ഒരു റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി ത്രൂ നമുക്ക് അതിന് അപ്പീലിന് പോവാം. ഏതൊക്കെ കോർട്ടിലും നമുക്ക് കൊടുക്കാം? സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും. ഓക്കെ, it is if a fundamental right is violated, the aggrieved person can seek remedy through courts such as Supreme Court or High Court. Okay, and second point, the judiciary in a country എന്ന് പറയും. നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്ന മക്കൾ പറഞ്ഞേ? കോടതിയാണ് അല്ലെ. It is the supreme part of our country. It's the independent of government. അല്ലെ, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് ജുഡീഷ്യറി. ആൻഡ് പാർലമെന്റ് ക്യാൻ പ്രൊട്ടക്ട് സിറ്റിസൺസ് റൈറ്റ്. കോർട്ട് അതുപോലെ പാർലമെന്റിനൊക്കെ നമ്മുടെ പൗരന്മാരെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കർത്തവ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് if a fundamental right is violated, the aggrieved person can seek remedy through courts such as Supreme Court or High Court. Your second point, the judiciary in a country is independent of the government and parliament and can protect the citizens' rights too എന്നാണ് പറയുന്നത്. Okay, ഇനി എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വാട്ട് ഇസ് മീൻ ബൈ പബ്ലിക് interest litigation? It is allows citizens or group of citizens to approach Supreme Court or a High Court for the protection against a particular law or action of the government. എന്തെങ്കിലും സർക്കാർ നമുക്ക് വേണ്ടി എന്തെങ്കിലും അടിച്ചമർത്തലോ അതുപോലെ തന്നെ എന്തെങ്കിലും അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സുപ്രീം കോർട്ടിൽ അപ്രോച്ച് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്നാ പറയുന്നത്. Then the court will take up the matter if it finds it in a public interest. കുറെ മെജോറിറ്റി ഓഫ് ആളുകളുടെ താല്പര്യമാണെങ്കിൽ അത് കോർട്ട് നല്ല രീതിയിൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇത് ഇസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഇപ്പൊ എന്തെങ്കിലും ലോ ഗവൺമെന്റ് കൊണ്ടുവന്നു, അത് ഒരു പോപ്പുലർ സെക്ഷൻ, ഒരു മെജോറിറ്റി സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതെന്താണ് അവിടേക്ക് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലേക്ക് പോവുകയും ആ ഒരു ലോ ഒന്നും കൂടെ കോർട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യും. പബ്ലിക് ഇൻട്രസ്റ്റ് ബാരല്ല. ഓക്കെ, അതാണ് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ allows citizens or groups of citizens to approach the Supreme Court if any other rights were violated by the government or the court will take up the matter if it finds it in public interest. Okay, and next we are going to discuss another topic and it is expanding the scope of rights. എന്ന് വെച്ചാൽ കുറെ ആളുകൾക്ക് ഈ മൗലിക അവകാശങ്ങളെ കുറിച്ചൊക്കെ അറിയാത്ത ആളുകളുണ്ട് അല്ലെ. ഇപ്പോഴത്തെ പ്രസന്റ് സൊസൈറ്റിയുമായി ടച്ച് ചെയ്യാത്ത
ടച്ചും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഈ റൈറ്റ്സിന്റെ മൂല്യം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? ഇപ്പോഴത്തെ കുറെ കുട്ടികൾക്ക് അറിയാത്തതുണ്ട് അല്ലെ. ഇൻ ഇന്ത്യ school education has become a right for citizens, and governments provide free and compulsory education to children up to 14 years age. അപ്പോ നമുക്ക് പറയാം എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള നോക്കുമ്പോൾ 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധമായി വിദ്യാഭ്യാസം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ ഗവൺമെന്റ്. അതൊരു എഡ്യൂക്കേഷൻ റൈറ്റ് ആണ് അല്ലെ. ആൻഡ് ദ സുപ്രീം കോർട്ട് ഹാസ് എക്സ്പാൻഡഡ് ദ മീനിങ് ഓഫ് റൈറ്റ് ടു ലൈഫ് ടു ഇൻക്ലൂഡ് ഫുഡ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യാനും ലൈഫ് നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള അവകാശം ആൻഡ് അതർ റൈറ്റ്സ് എന്ന് പറയുന്ന എന്തൊക്കെ റൈറ്റ്സ് നമുക്കുള്ള പ്രോപ്പർട്ടി ആൻഡ് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ എന്താണ് വീട്, അതുപോലത്തെ സ്ഥലം, അതിന് മേലുള്ള നമ്മുടെ അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് അല്ലെ. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, യൂണിവേഴ്സൽ മോറൽ ക്ലെയിംസ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് are expanding due to the expansion of democracy and international convenience. അപ്പൊ എന്തൊക്കെ റൈറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്? എഡ്യൂക്കേഷണൽ റൈറ്റ്സ് is a right to life, and there is human rights, voting rights, property rights. That is, in India, school education has become a right for citizens, and governments provide free and compulsory education to children up to 14 years old. Okay, and the Supreme Court has expanded the meaning of right to life, include food, other rights such as property and voting rights also constitutional. Human rights include universal moral claims are also, it is expanding due to the expansion of democracy and international convenience എന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത ഓരോന്നായിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, കഴിഞ്ഞ പ്രീവിയസ് സെഷനത്തെ കാര്യങ്ങളും നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇത് ലൈൻസ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെ സോഷ്യൽ ഈവന്റ്സ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? ഈ സോഷ്യൽ ഈവന്റ്സ് ദാറ്റ് restricted the rights of അപ്പൊ ഈ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയത് പല ഈവന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. അതൊക്കെ എന്താണ്? കൂടുതലായിട്ട് ആ ഒരു ഇപ്പോ ഗോണ്ടാനാമോ എന്ന് പറയുന്ന US-ലുള്ള സിറ്റിസൺസിനും സൗദി അറേബ്യയിലുള്ള സ്ത്രീകൾക്കും കൊസാവോ എന്ന് പറയുന്ന അൽബേനിയൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും അവരുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ചാണ് നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ് ആ ഒരു ഇത് നമുക്കൊന്നും കൂടെ പറയാം, മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോട്ടിൽ നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, നോട്ട് ഡൗൺ ചെയ്യാൻ കേട്ടോ നോട്ടില്. ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ, ഗോണ്ടാനാമോ ബേ, ക്യൂബയിലുള്ള. ഓക്കെ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് പ്രിസണേഴ്സ്, അതറിയാം മക്കൾക്ക്. സെക്കൻഡ് വൺ ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇറ്റ് ഈസ് വിമൻ ഇൻ സൗദി അറേബ്യ. എന്തൊക്കെ തരത്തിലുള്ള യാതനകളാണ്? വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടും അല്ലെ. സ്ട്രഗിൾ ഫോർ വോട്ടിംഗ് റൈറ്റ്സ് ആണ് ഇവിടെ. സ്ട്രഗിൾ ഫോർ വോട്ടിംഗ് റൈറ്റ്സ്. അപ്പൊ ഗോണ്ടാനാമോ ബേയില് പ്രിസൺസ് റൈറ്റ്സ്, സ്ട്രഗിൾ ഫോർ struggle of for their rights. ഇവിടെ പ്രിസണേഴ്സ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ളത് ഗോണ്ടാനാമോ ബേയിൽ നമ്മൾ കണ്ടു. സൗദി അറേബ്യയില് സ്ത്രീകൾ അവരുടെ വോട്ട് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സ്ട്രഗിൾ കണ്ടു. തേർഡ് വൺ കൊസാവോ massacre
against Albanian group of people. ഇതിൽ നമ്മൾ കാണുന്ന എന്താ കൊസാവോ എന്ന് പറയുന്ന മെസാക്കറിൽ ഇറ്റ് ഈസ് എ അറ്റാക്ക് അഗെയിൻസ്റ്റ് മൈനോറിറ്റി അല്ലെ അറ്റാക്ക് അഗെയിൻസ്റ്റ് മൈനോറിറ്റി ആണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. റൈറ്റ്സ് എന്തൊക്കെ റൈറ്റ്സ് നമ്മൾ പറഞ്ഞത് മക്കളെ പറഞ്ഞ ഓരോന്നായിട്ട്. റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 6 ഫണ്ടമെന്റൽ അല്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതിൽ ഏതൊക്കെയാണ് നമ്മൾ? ഇറ്റ് ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. റൈറ്റ് ടു ഇക്വാലിറ്റി. പിന്നെ സെക്കൻഡ് വൺ ഏതാ പറഞ്ഞത്? റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം. പിന്നെ റൈറ്റ് ടു ആൻഡ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. പിന്നെ നമ്മൾ കൾച്ചറൽ റൈറ്റ്സ്, എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മള് 6 1 2 3 4 5 6 അല്ലെ പലതരത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര എണ്ണ മക്കളെ ഉള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെ, റൈറ്റ് ടു ഇക്വാലിറ്റി and right to freedom, right against exploitation, right to freedom of religion, cultural rights and educational rights. Okay, പിന്നെ നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈവെന്റ്സ് ആണ്. ഗോണ്ടാനാമോ ബേ, ക്യൂബയില് ഇറ്റ് ഇസ് എ സ്ട്രഗിൾ ഓഫ് പ്രിസണേഴ്സ് ഫോർ ദിയർ റൈറ്റ്സ്. അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. Okay, second one we have discussed it is the women in Saudi Arabia struggle for getting their voting rights. And third one we have discussed it is Kosovo massacre against the Albanian group of people. അല്ലേ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് അടുത്ത സെഷനിൽ വരെ കാണുന്നവരെ ബൈ ട്ടോ. താങ്ക് യു.